മറ്റൊരു വേദനകളെ തിരിച്ചറിയാൻ കഴിയാത്തിടത്തോളം അയാളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് പെയിൻ പറഞ്ഞത് എത്ര സത്യമാണ്. യഥാർത്ഥ വേദന എന്തെന്നറിയാൻ കഴിയാത്തൊരാൾക്ക് ശാശ്വതമായ സമാധാനം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയുകയില്ല. ഇടയ്ക്ക് മുറിവുകൾ ഉണ്ടാകണം, തിരിച്ചറിവുണ്ടാവാൻ, അത് പതിക്കണം, ഒന്ന് വളരാൻ, കൈവിട്ടു പോകണം, വീണ്ടും നേടിയെടുക്കാൻ. കാരണം ജീവിതം പറഞ്ഞു വെക്കുന്ന പല അനുഭവങ്ങളും പാഠങ്ങളും നമ്മൾ പഠിക്കുന്നത് ഇതേ വേദനകളിലൂടെ മാത്രമാണ്. മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് പ്രതികാരം എന്ന പേരിൽ നമ്മൾ ശരിയെന്ന് കരുതി പലതും ചെയ്തു കൂടുന്നത്. ആ ചെയ്തു കൂട്ടിയ ക്രൂരതകളെ എന്റെ നീതിയെന്ന് അന്ധമായി വിശ്വസിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല, അവസാനമില്ലാത്ത വെറുപ്പിന്റെയും പകയുടെയും ആദ്യ കണ്ണിയാണ് എന്റെ ചെയ്തികളെന്ന്. യാഥാർത്ഥ്യം എന്താണെന്ന് മദർ ഔച്ചിഹ പറഞ്ഞപ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ആഗ്രഹിച്ചതുപോലെയെല്ലാം നടക്കുന്ന ജീവിതം മുൻപോട്ട് പോകുന്ന എത്ര മനുഷ്യരെ നിങ്ങൾക്കറിയാം. സ്വപ്നങ്ങളിലും ആഗ്രഹങ്ങളിലും ഏറി പ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിയപ്പോൾ കാലം കൂടെ നിന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം. ജീവിച്ചിരുന്ന കാലം അത്രയും എന്നെങ്കിലും ഈ വേദനകളെല്ലാം അവസാനിക്കുമെന്ന് വിശ്വസിച്ച് അവസാനം സന്തോഷത്തോടെ മരിച്ച എത്ര പേരെ നിങ്ങൾക്കറിയാം. നമ്മളോ നമ്മുടെ വേണ്ടപ്പെട്ടവരോ ജീവിതത്തിൽ വിജയിക്കുമ്പോൾ തോറ്റുപോയവരെ പറ്റി ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം. സമാധാനത്തിന് എന്ന പേരിൽ പതിനായിരങ്ങള് മതത്തിന്റെയും രാജ്യങ്ങളുടെയും പേരിൽ മരിച്ചു വീണപ്പോൾ ഉറപ്പു പറഞ്ഞ സമാധാന മനുഷ്യനിലേക്ക് എത്തിച്ച എത്ര മതപണ്ഡിതരെയും നേതാക്കന്മാരെയും നിങ്ങൾക്കറിയാം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ കൊല്ലാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവനും വേണ്ടപ്പെട്ടവരുണ്ടെന്ന് തിരിച്ചറിയുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം. അതേ സുഹൃത്തെ, മദാറ പറഞ്ഞതുപോലെ വെളിച്ചമുള്ളിടത്തോളം കാലം നിഴലുകളും ഉണ്ടാകും. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് നമ്മുടെ വ്യക്തിഗതമായ അറിവിനെയും അവബോധത്തിനെയും ആശ്രയിച്ചാണെന്നും അതിനെയാണ് നമ്മൾ യാഥാർത്ഥ്യം എന്ന് വിളിക്കുന്നതെന്നും ഇറ്റാച്ചി ഉച്ചിഹ പറഞ്ഞത് എത്രയോ സത്യമാണ്. നമ്മുടെ യാഥാർത്ഥ്യം മറ്റൊരുവന് മിഥ്യയായിരിക്കും. യാഥാർത്ഥ്യമെന്ന് വിശ്വസിച്ച് ജീവിച്ചു തീർക്കുന്ന നമ്മുടെ ഓരോ നിമിഷവും മറ്റൊരാളുടെ കണ്ണുകളിൽ അർത്ഥശൂന്യമായിരിക്കും. പരിമിതമായ നമ്മുടെ അറിവുകളുടെയും ജീവിതാനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യമെന്ന പേരിൽ ഒരു കൊച്ചു കുമിള നമുക്ക് ചുറ്റിലും നമ്മൾ ഒരുക്കി തീർക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല. അസ്ത്രം പോലെ കൂർത്തുമുനയുള്ള യാഥാർത്ഥ്യങ്ങളുമായി ജീവിക്കുന്ന ഒരൊറ്റ മനുഷ്യനുമായി ഒന്ന് സംസാരിച്ച നിഷ്പ്രഭമാകും നമ്മുടെ യാഥാർത്ഥ്യങ്ങളെന്ന്. ഇറ്റാച്ചിയുടെ കഥാപാത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്. മറ്റൊരാളുടെ വേദനകളെ തിരിച്ചറിയാനും ആ വ്യക്തിയുടെ ജീവിതം ജീവിച്ചു തീർക്കാനും കഴിയാത്തിടത്തോളം കാലം അവരെ വിധിക്കാൻ തുനിയരുത് എന്ന ഓർമ്മപ്പെടുത്തൽ.